വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്ന് CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനുവിന്റെ ആരോപണം തള്ളിയിരിക്കുകയാണ്. തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഇത്രയും കാലത്തിനിടയിൽ തന്ത്രിയുമായി നേരിട്ട് കണ്ടിട്ടില്ല എന്നും എന്തടിസ്ഥാനത്തിലാണ് ഉദയഭാനു അത് പറഞ്ഞതെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി ആന്റണി വായ്പയായി 1.5 കോടി രൂപ വായ്പയായി വാങ്ങി 2 മാസത്തിനകം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. എന്നാൽ പലതവണ കെഞ്ചി ചോദിച്ചിട്ടും പണം തിരിച്ചു നൽകിയില്ല എന്നും നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയായ NM രാജു പറഞ്ഞിരിക്കുകയാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്ന CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനുവിന്റെ ആരോപണമാണ് ഇപ്പോൾ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉടമയായ NM രാജു തള്ളിയിരിക്കുന്നത്. ഈ ആരോപണം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്ന CPIM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനുവിന്റെ ആരോപണം തള്ളി തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ്. ഇത്രയും കാലത്തിനിടയിൽ തന്ത്രിയുമായി നേരിട്ട് കണ്ടിട്ടില്ല, എന്തടിസ്ഥാനത്തിലാണ് ഉദയഭാനു അത് പറഞ്ഞതെന്നറിയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി ആന്റണി വായ്പയായി 1.5 കോടി രൂപ വാങ്ങിയെന്നും 2 മാസത്തിനകം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയതെന്നും എന്നാൽ പലതവണ കെഞ്ചി ചോദിച്ചിട്ടും പണം തിരിച്ചു നൽകിയില്ല എന്നും നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയായ NM രാജു പറഞ്ഞു.